സൈക്കിൾ ചവിട്ടി പഠിക്കുന്ന ഒരു കുട്ടി ഒരു പാതയോരത്ത് കൂടി സൈക്കിളുമായിട്ട് പോവുകയാണ്. ആ പാതയോരത്ത് ചെറിയൊരു കുഴിയുണ്ട്. ആ സൈക്കിളുമായി പോകുന്ന കുട്ടിക്ക് കാണുന്നത് ആ കുഴി മാത്രമാണ്. അതിലൂടെ വന്ന ആ കുഴിയിൽ വന്ന് വീണു. നന്നായിട്ട് സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പോകുന്നൊരു പാതയിൽ നിറയെ കുഴികളുണ്ട്. അവിടെ നിന്നൊരു സൈക്കിളിന് കഷ്ടിച്ച് പോകാൻ മാത്രം കഴിയുന്നൊരു വഴിയുണ്ടെങ്കിൽ അവൻ വളരെ സുന്ദരമായിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും സുന്ദരമായിട്ട് വീഴാതെ പോകും. നമ്മൾ കാണുന്നവൻ്റെ കണ്ണിലാണ് കാഴ്ച ആസ്വദിക്കുന്നത്. സൂഫി ഗുരു പറഞ്ഞൊരു കഥയുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന മഹാസൂഫി ഗുരു തൻ്റെ ആത്മാന്വേഷികളും ആ ശിഷ്യരും ഒത്തിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് കാട്ടിലൊരു നടുക്കുന്നൊരു കാഴ്ച കണ്ടത്. ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നു. ആ മനുഷ്യർക്ക് 2 കൈകളില്ല, ഒരു കാലുമില്ല. ഈ 2 കൈയുമില്ലാത്ത കാലുമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ജുനൈദുൽ ബഗ്ദാദി എന്ന സൂഫി ഗുരു എന്ത് പ്രതികരണമാണ് നടത്തുക എന്ന് ആത്മാന്വേഷികൾക്ക് കൗതുകമായി. എന്ത് കാണുമ്പോഴും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു ഈ സൂഫി ഗുരു. അങ്ങനെ ഈ മനുഷ്യൻ്റെ അടുത്തെത്തിയിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനൊരു മോഷ്ടാവായിരുന്നു. ആദ്യം മോഷ്ടിച്ചപ്പോൾ എൻ്റെ വലത് കൈ ആളുകൾ മുറിച്ചു മാറ്റി. പിന്നീട് മോഷ്ടിച്ചപ്പോൾ എൻ്റെ ഒരു കാലും എൻ്റെ മറ്റേ കൈയും ഒക്കെ മുറിച്ചു മാറ്റി. ഇത് കേട്ടിട്ട് ഇവർ പോകാൻ സമയത്ത് ഈ ആത്മാന്വേഷികൾക്ക് കൗതുകം. ഈ ഒരു കള്ളനെ കുറിച്ചിട്ട്, ഈ 2 കൈകളും കാലും നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ചിട്ട് എന്ത് പോസിറ്റീവായിട്ടാണ് ഗുരു പറയുക എന്നൊന്ന് അറിയാമല്ലോ. സൂഫി ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ആ മനുഷ്യൻ കണ്ടില്ലേ, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രതിസന്ധികളെ കാണുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് കാണോ നെഗറ്റീവായിട്ട് കാണോ. ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. എനിക്കെല്ലാം നഷ്ടപ്പെട്ടെ, അല്ലെങ്കിൽ ഞാനിതാ എന്നെ ദൈവത്തിന് വേണ്ട. ഇന്നലെ എനിക്കൊരു വീട്ടമ്മ വിളിക്കാൻ ദൈവത്തിന് എന്നെ വേണ്ടാതായി, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എല്ലാ പരിഭവങ്ങളും ദുരിതങ്ങളും എനിക്ക് മാത്രം തരുന്നത് എന്താണ്? നമ്മുടെ കാഴ്ച അങ്ങോട്ട് മാത്രം നോക്കുന്നത് കൊണ്ടാണ്. ആ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന കുട്ടിക്ക് കാണുന്നത് ഒരു കുഴി മാത്രമാണ്. അതുകൊണ്ട് അവൻ ആ കുഴിയിൽ വീണു. സൈക്കിൾ നന്നായിട്ട് ചവിട്ടാൻ പഠിക്കുന്ന കുട്ടിക്ക് റോഡ് നിറയെ കുഴികളുണ്ടെങ്കിലും അതിലൂടെ സൈക്കിളിന് പോകാനുള്ള വഴി കണ്ടതോടെ അവൻ അതിലൂടെ പോകാൻ കഴിഞ്ഞു. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. നമുക്ക് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ദുരിതങ്ങളുടെ ഇരട്ടി അനുഗ്രഹങ്ങളുണ്ട്.